കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകല മാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയ പി ടി തോമസ് സാറ് തുടർന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ സമൂഹം മുഴുവൻ വിഷമകരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവകൃപ അനുഭവിച്ച് ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന ഭാഗ്യകരമായ അനുഭവം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതോർത്ത് സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മളാരും മറ്റാരേക്കാളും നല്ലവരും നീതിമാന്മാരും യോഗ്യരുമൊക്കെ ആയതുകൊണ്ടൊന്നുമല്ല നാമൊക്കെ ആരോഗ്യത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മളെക്കാൾ യോഗ്യന്മാരും നല്ലവരുമായ അനേകർ രോഗബാധിതരായി പ്രയാസത്തിലും കഷ്ടങ്ങളിലും കടന്നു പോകുമ്പോൾ ചിലരൊക്കെ അവർ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മെ ജീവനോടെ ആരോഗ്യത്തോടെ സുബോധത്തോടെ ഈ വചനം കേൾക്കാൻ നമ്മളെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ള കരുണയാണ്. നിത്യജീവനുമായുള്ള നമ്മുടെ ഒരുക്കത്തിൽ പിന്നെയും നമ്മൾ മുന്നേറുവാൻ ആവശ്യമുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ ദൈവം കർത്താവിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരമായി നമ്മൾ ഈ ആയുസ്സിനെ കണക്കാക്കുകയും അതിൽ നാം ഉത്സുകരായിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുകയും ചെയ്യട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ റോമാലേഖനം തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. 10-ാം വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം പൗലോസ് നമ്മളെ ഓർമ്മിപ്പിച്ചു. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നുള്ള വാക്യം നമ്മൾ തെറ്റായി ധരിക്കരുത്. അത് ശിക്ഷാവിധിയില്ലെങ്കിലും ന്യായവിധിയുണ്ട്. ന്യായവിധി നമുക്ക് പ്രതിഫലങ്ങൾ തരുവാൻ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവം വിലയിരുത്തുന്ന പ്രത്യേക സന്ദർഭമാണെന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളതിനെ സംബന്ധിച്ച് അല്പം ചിന്തിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് നടക്കുവാൻ ആവശ്യമില്ലല്ലോ. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. അതുകൊണ്ട് എന്ന് പറയുന്നത് തന്നെ അതിന് മുകളിലുള്ള ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം നമ്മളാരും തികഞ്ഞവരല്ല. നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ നിന്ന് ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രതികരണങ്ങളുമെല്ലാം ദൈവത്തിന് പ്രസാദകരമാകണം. അന്ന് നമ്മോട് കണക്ക് ചോദിക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ദിവസവും ഒരു ദൈവ പൈതൽ ഞാനൊരു ദിവസം ദൈവ മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ബോധത്തോടും ആ ശ്രദ്ധയോടും കൂടെ വേണം ഓരോ ദിവസവും ജീവിക്കേണ്ടത്. കർത്താവേ, ഒരു നാൾ ഞാൻ തിരുമുമ്പിൽ നിന്ന് അങ്ങയോട് എൻ്റെ ജീവിതത്തിന് കണക്ക് തരേണ്ടതാണല്ലോ. അപ്പാ, അതുകൊണ്ട് ഞാൻ സൂക്ഷ്മതയോടെ ഇരിപ്പാൻ തിരുമേനി എനിക്ക് കൃപ നൽകണമേ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അന്ത്യന്യായവിധി ദിവസം അല്ല, നമ്മളെ കർത്താവ് പ്രതിഫലത്തിന് വേണ്ടി ബേമാന്യാശ്രത്തിക്ക് നിർത്തുന്ന ദിവസം, അത് നമ്മുടെ ന്യായവിധി ദിവസം, വിസ്താര ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കർത്താവേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ ഈ പ്രവൃത്തി കാരണമാകുമോ? അതോ അന്ന് ഞാൻ വളരെ മുഴങ്കാലുകൾ വിറയ്ക്കുന്ന അവസ്ഥയിൽ ലജ്ജിതനായി തീരുവാൻ ഇടയായിത്തീരുന്ന ഒരവസ്ഥ അന്നുണ്ടാകുമോ? ഈ പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമാകുമോ എന്ന് ഓരോ പ്രവൃത്തിയെക്കുറിച്ചും ഓരോ വാക്കിനെക്കുറിച്ചും വിലയിരുത്തി വേണം നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. സ്തോത്രം. അതാണ് ഇവിടെ പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നാം ന്യായവിസ്താരത്തിൽ നിൽക്കുവാൻ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ന്യായവിധിക്ക് വിധേയപ്പെടുവാൻ ആവശ്യമുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ ഒരിക്കലും വശീകരിക്കപ്പെടരുത്. നാം തന്നെ ന്യായവിസ്താരത്തിൽ നിൽക്കേണ്ടവരാണ്. പിന്നെയാണോ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നാം അന്യോന്യം വിധിക്കരുത്. ഡയാക്രിസെയ്സ് എന്ന വാക്കാണ് വിധിക്കുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡയാക്രിസെയ്സ് എന്ന് പറഞ്ഞാൽ ഒരുവനെ വിലയിരുത്തി തള്ളിക്കളയുക എന്നാണ് അർത്ഥം. ആ വാക്കിൽ ആരുടെയും പ്രവർത്തികളെ നമ്മൾ ശോധന ചെയ്ത് വിലയിരുത്തരുത് എന്നതിനർത്ഥമില്ല. പിന്നെയോ ആ വ്യക്തിയെ
നമ്മൾ പുച്ഛിച്ച് അവനെ എന്നെ കണക്കാക്കാനാ എന്ന നിലയിൽ നമ്മൾ തള്ളിക്കളയരുത്. അതാണ് അർത്ഥം. വിധിച്ച് തള്ളരുത്. കർത്താവ് താൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, മത്തായി 7:15 ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം എന്ന് കർത്താവ് തന്നെ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ, പല ആത്മാക്കൾ ലോകത്തിൽ പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാക്കളെയും കണ്ണടച്ച് അതുപോലെ അങ്ങ് വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നമ്മൾ സ്വയം ശോധന ചെയ്യണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ അത് എഴുത്തുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെയും പൗലോസ് ശ്ലീഹ താൻ തന്നെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒടുവിലത്തെ അധ്യായത്തിൽ, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. നമ്മൾ ശോധന കഴിക്കുവാൻ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് വിധിക്കരുത് എന്ന് പറയുന്നതും ശോധന കഴിക്കരുതെന്നും പറയുന്നതും രണ്ടാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിച്ച് തള്ളിക്കളയരുത്, പക്ഷേ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ, നമ്മളവരെ കരുതുന്നെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ, അവിടെ ഭാഗത്ത് വചനപ്രകാരം യോഗ്യമല്ലാത്തൊരു കാര്യമുണ്ടെന്ന് കണ്ടാൽ സ്നേഹത്തോടെ അവരെ തിരുത്തി കൊടുക്കുകയും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യേണ്ടതാണ്. ലീവ് ഹിം അലോൺ, അവനവൻ്റെ കാര്യം നോക്കിക്കോട്ടെ, ഞാനെൻ്റെ കാര്യം നോക്കാം. അങ്ങനെ ഒരു നിസ്സഹകരണത്തിൻ്റെ ഒരു നിസ്സംഗതയുടെ ഒരു മനോഭാവമല്ല പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. നമ്മൾ ഒരാൾ മറ്റൊരാളിനെ വിധിച്ചാൽ വിധിക്കപ്പെട്ടവന് നമ്മളെ തിരിച്ച് വിധിക്കാൻ തോന്നും. കാരണം മനുഷ്യരിൽ ജഡമുണ്ടല്ലോ. അവൻ എന്നെ തിരുത്തിയോനാ, അവൻ്റെ കൈ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഒരു പകരം വീട്ടലിനുള്ള ഒരു മനോഭാവവും ഒരു ബലഹീന വിശ്വാസിയിലുണ്ടാകാം. അതിൽ നിന്നൊക്കെ മീതെയാകാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകണം. അതുകൊണ്ട് ഒരാൾ വിധിച്ചാൽ ആ വിധിക്കുക എന്ന് പറയുന്ന ആ ഒരു ദുസ്വഭാവം സമൂഹത്തിൽ പരക്കുവാൻ അത് കാരണമാകും. എ ബിയെ വിധിക്കുമ്പോൾ ബി എയെ വിധിക്കാനോ ബിക്ക് സിയെ വിധിക്കാനോ അവന് പ്രേരണയുണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ട് വിധിച്ച് തള്ളുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമ്മളുടെ സമൂഹത്തിൽ മാതൃകയാക്കരുത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇടർച്ച ഉണ്ടാക്കരുത്, തടങ്കൽ ഉണ്ടാക്കരുത്. ഇടർച്ച, തടങ്കൽ എന്നിങ്ങനെയൊക്കെയുള്ള വാക്ക്, ഈ ഇടർച്ച എന്നുള്ളതിൻ്റെ ഗ്രീക്കിലെ വാക്ക് പ്രസ്കോമ എന്ന വാക്കാണ്. പ്രസ്കോമ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ വഴിയിൽ അവൻ തട്ടി വീഴാൻ കാരണമാകുന്ന ഒരു ഇടർച്ച കൊണ്ടുവെക്കുക. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിൽ നിന്ന് അവൻ പിന്തിരിക്കപ്പെടുവാനോ അല്ലെങ്കിൽ അവനെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാനോ ഇടയാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇടർച്ച വെക്കരുത്. അതുപോലെ തടങ്കൽ വെക്കരുത്. തടങ്കൽ വെക്കുക, അതിന് സ്കാൻഡലോൺ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കാൻഡലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് എന്താണ് പറയുന്നത്, കുരുക്കിക്കളയരുത്. തടങ്കൽ, കുരുക്ക് വെക്കുക. ഒരു കുരുക്ക് വെക്കരുത്. ഒരാളിന് കഴിയാത്ത, കുരുക്ക് വെക്കുക എന്ന് പറയുമ്പം ഒരുവന് സ്വതവേ മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ അതിജീവിക്കുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ അവനെ കൊണ്ടുനിടുക എന്നുള്ള ആ സാഹചര്യമാണ്. ഒരിക്കലും ഒരുവന് തടങ്കൽ വെക്കരുത്, ഒരു കുരുക്ക് വെക്കരുത്. ആ വിഷയത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കരുതലുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായി. ക്രിസ്തീയ സ്നേഹത്തിലുള്ള ഇടപെടലാണ് പൗലോസ് ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ ഈ ഭാഗമൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ ഈ തിയോളജിയും എത്തിക്സും തമ്മിൽ എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രവും ധർമ്മശാസ്ത്രവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുവാനുള്ള
ഉപദേശമാണ് പൗലോസ് നമുക്ക് തരുന്നത്. വേദശാസ്ത്രവും ധർമ്മശാസ്ത്രവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അല്ല, ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയാൽ ഞാൻ വിശദീകരണം തരാം. വേദശാസ്ത്രപരമായി നോക്കുമ്പോൾ മറ്റാരെയും കർത്താവിനെ പോലെ സ്നേഹിക്കരുത്. അത് തിരുവെഴുത്ത് പറയുന്നതാണ്, കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം മുതലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. 14-25 മുതൽ മറ്റാരെയും കർത്താവിനെ പോലെ സ്നേഹിക്കരുത്. കർത്താവിനെ പോലെ മറ്റാരെയും സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ അമ്മയപ്പന്മാരോട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? തന്നെയല്ല, അവിടെ നമ്മൾ വായിച്ചാൽ വെറുക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വെറുക്കണമെന്നുള്ള വാക്കൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ തിയോളജിക്കലി സ്പീക്കിംഗ്, വേദശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മളൊരു ഒരു വെറുപ്പ് മനോഭാവം, ഒരകൽച്ചയുള്ളവരെ പോലെ ആകണം എന്ന ചിന്ത വന്നു പോകും. പക്ഷേ എത്തിക്സ്, ധർമ്മശാസ്ത്രം അനുസരിച്ച് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. അതല്ലല്ലോ വേണ്ടേ. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക എന്നാണല്ലോ ഇതിലെഴുത്ത് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടണം. അപ്പോൾ അതാ പറഞ്ഞത്, വേദശാസ്ത്രവും ധർമ്മശാസ്ത്രവും കൂടി പൊരുത്തപ്പെട്ടു പോകണം, ചേർന്ന് പോകണം. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതല്ല വേദശാസ്ത്രം. ധർമ്മശാസ്ത്രവും വേദശാസ്ത്രവും നമ്മൾ ഒരിക്കലും ക്ലാഷ് ചെയ്യുകയില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അമ്മയപ്പന്മാരെ കർത്താവിനേക്കാളേറെ സ്നേഹിക്കരുതെന്നാണ്. അമ്മയപ്പന്മാരെ സ്നേഹിക്കരുതെന്നല്ല, അമ്മയപ്പന്മാരെ ബഹുമാനിക്കരുതെന്നല്ല, പക്ഷേ അമ്മയപ്പന്മാരെ കർത്താവിനേക്കാളേറെ സ്നേഹിക്കരുത്. അതാണ് ധർമ്മശാസ്ത്രം. ധർമ്മശാസ്ത്രവും വേദശാസ്ത്രവും അവിടെ പൊരുത്തപ്പെടുകയാണ്. ഇതുപോലെ സഹോദരനെ നമ്മൾ വിധിച്ച് തള്ളരുത്. പക്ഷേ നമ്മൾ അവനെ എന്ത് ചെയ്യണം? അവനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, തെറ്റിൽ തുടരുന്നത് കണ്ടാൽ സ്നേഹത്തോടെ അവനെ തിരുത്തി യഥാസ്ഥാനപ്പെടുത്തുവാൻ ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് പൗലോസ്. പക്ഷേ അവന് അതൊരു ഇടർച്ചയാകരുത്, അവന് തടങ്കലാകരുത്, അവന് കുരുക്കാകരുത്. അവനെക്കൊണ്ട് അതിജീവിക്കാൻ കഴിയാത്ത ഒരു നുകമായി അതവൻ്റെ മേൽ വരുവാൻ ഒരിക്കലും ഇടയാക്കരുത് എന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതെ, യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. യാതൊന്നും, ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് തന്നെ. അത് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഓരോന്നും സൃഷ്ടിച്ച ശേഷം സൃഷ്ടിക്കപ്പെട്ടതിനെ ശോധന കഴിച്ച് നല്ലത് എന്ന് ദൈവം കണ്ടു, നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് ആവർത്തിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം സകലത്തെയും നല്ലതിനാണ് സൃഷ്ടിച്ചത്, നന്മയ്ക്കാണ് സൃഷ്ടിച്ചത്. നല്ലതല്ലാത്തതൊന്നുമില്ല, മനുഷ്യന് ഉപയോഗമില്ലാത്തതൊന്നുമില്ല. എന്തിന്? ഈ മയക്കുമരുന്നുകൾ പോലും, കഞ്ചാവ് തുടങ്ങിയ മനുഷ്യന് ദോഷകരമായ ഈ ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ പോലും മനുഷ്യ ശരീരത്തിനത് ആവശ്യമാണ് ഒരളവ് വരെ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മനുഷ്യൻ അതിനെ ദുരുപയോഗിക്കുമ്പോഴാണ് അത് ദോഷകരമാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്പോൾ ഈ കൊറോണ വൈറസ് തന്നെ അത് സൂക്ഷ്മജീവിയാണ്. ഈ കൊറോണ വൈറസിനെ തന്നെ ദൈവം സൃഷ്ടിച്ചതല്ലെങ്കിൽ അത് ഉളവാകുകയില്ലല്ലോ. യാതൊന്നും സൃഷ്ടിക്കുവാൻ പിശാചിന് കഴിയുകയില്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ വൈറസ് മനുഷ്യന് ദോഷകരമാകത്തക്കതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. പല കാരണങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ശരീരം തേജസ്സിനാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ദൈവ തേജസ് മനുഷ്യനെ ചുറ്റിയിരുന്നു. ദൈവ തേജസ് മനുഷ്യനെ ചുറ്റിയിരുന്നത് കൊണ്ട് ഈ ദോഷകരമായ യാതൊന്നും അവനെ ബാധിക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ ശരീരം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, അവൻ്റെ ദൈവികമായ ഒരു സംരക്ഷണ വലയത്തിനുള്ളിലായിരുന്നു. അതാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും എന്നതുപോലെ. 104-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുമ്പോൾ വസ്ത്രം ധരിക്കുന്നത് പോലെ ദൈവം പ്രകാശം ധരിച്ചിരിക്കുന്നു. അതുപോലെ പ്രകാശം ധരിച്ച കർത്താവ് അതേ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് പ്രകാശം ചുറ്റിയിരുന്നു. ആ പ്രകാശത്തിൻ്റെ ആവരണം അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് സാധാരണ ദോഷകരമായതൊന്നും അവൻ്റെ ശരീരത്തെ ബാധിക്കുമായിരുന്നില്ല. അടുത്ത ഒന്ന്, ദൈവം നന്മയ്ക്കായി സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളെ തന്നെ പിശാച് സ്വാധീനിക്കുവാനിടയായി. പിശാച് സ്വാധീനിച്ച് അതിനെ മനുഷ്യന് ദോഷകരമായ കാര്യങ്ങൾ ചെലുത്തുവാൻ, മനുഷ്യൻ്റെ മേൽ ദോഷകരമായ സ്വാധീനം ചെലുത്തുവാൻ ഇടയാകത്തക്കതുപോലെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതിനെ അവസ്ഥാമാറ്റം വരുത്തുവാൻ പിശാച് മുതിർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുണകരമായത് തന്നെ ദോഷകരമാകത്തക്കതുപോലെ പൈശാചിക സ്വാധീനം അവയുടെ മേലുണ്ടായി. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഈ മനുഷ്യൻ തന്നെ ഈ ക്രോസ് ബ്രീഡ് ചെയ്തൊക്കെ പുതിയ പുതിയ ഓരോ സ്പീഷീസിനെ ഉണ്ടാക്കി. ഇപ്പം
പട്ടിയെ തന്നെയാണെങ്കിലും ഈ ചെന്നായുമായിട്ടൊക്കെ ചേർന്ന അല്ലെങ്കിൽ പുലിയുമായിട്ടൊക്കെ ചേർന്ന ആ നിലയിലൊക്കെ ഉണ്ടാക്കി, മീൻസ് ആ നിലയിൽ പ്രത്യേക വന്യമൃഗത്തിൻ്റെ സ്വഭാവമുള്ള മൃഗങ്ങളാക്കി അവയെ മനുഷ്യൻ പരിണമിപ്പിക്കാറുണ്ട്. മനുഷ്യനെ ജനറ്റിക്കലി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ദോഷകരമാക്കുവാൻ പിശാച് മുതിർന്നിട്ടുണ്ട്. അങ്ങനെയാണിത് ദോഷകരമായിരിക്കുന്നത്. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് അത് നമ്മളെ സ്വാധീനിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത്, ഇടയായി തീർന്നത്. ദൈവം അനുവദിച്ചുകൊണ്ടാണ് അതിനിടയായത്. എന്നാൽ പ്രിയമുള്ളവരെയും, ദൈവം ഇതിൽ നിന്ന് നമുക്ക് മോചനം തരട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം സൃഷ്ടിച്ചത് എന്തായാലും അത് നല്ലത് തന്നെയാണ്. അതാ പൗലോസോട് പറയുന്നത്, യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. ഞാനത് അറിഞ്ഞു, പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുമുണ്ട്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന യാതൊരു ഭക്ഷണവും യാതൊന്നും അതിൽ തന്നെ തിന്മയല്ല. മനുഷ്യൻ അതിനെ തിന്മയ്ക്ക് ഇടയാക്കുന്നതായി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, മനുഷ്യനതിനെ ദുരുപയോഗിച്ചാണ് അത് ദോഷകരമാകുന്നത്. നമുക്കറിയാമല്ലോ, ആവശ്യത്തിലധികം ഈവൻ ഫ്രൂട്ട് ജ്യൂസ്, വീഞ്ഞ് പോലും ഒരളവിലധികം കുടിച്ചാൽ അത് മനുഷ്യൻ ചെയ്യും, അത് വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് വർദ്ധിക്കത്തക്കതുപോലെ ആക്കി, എന്നിട്ട് അത് കുടിച്ച് അവൻ ലഹരിച്ച് ബോധം നഷ്ടപ്പെട്ടവനാകുക. കണ്ടോ, ദൈവം നന്മയ്ക്കായി സൃഷ്ടിച്ചത് മനുഷ്യൻ അതിനെ ദോഷകരമാകത്തക്ക നിലയിൽ ദുരുപയോഗിച്ച് അഴുക്കാക്കി അവൻ നാശത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ദൈവം സൃഷ്ടിച്ച യാതൊന്നും തിന്മയുള്ളതല്ല. അതാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യാതൊന്നും സ്വതവേ അതിൽ തന്നെ മലിനം അല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നമ്മൾ അത് മലിനമാ എന്ന് കണ്ടാൽ ആ മലിനമാണെന്ന് നമ്മളതിനെ പരിഗണിക്കുന്നെങ്കിൽ അത് മലിനമാണ്. നമുക്ക് ഒരു വസ്തു അത് മലിനമാണെന്നുള്ളൊരു ചിന്ത നമ്മളിൽ കടന്നുകൂടിയാൽ നമുക്കത് മലിനമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസാക്ഷിയിൽ ആക്ഷേപമുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കും നമ്മൾ ഒരിക്കലും വഴുതി വീഴുവാൻ പാടുള്ളതല്ല. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് പരിഗണിക്കുന്നവൻ എന്നർത്ഥം. എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. അടുത്ത കണ്ടില്ലേ, നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. പൗലോസ് പറഞ്ഞു വരുന്നത്, ബലഹീനൻ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് വിലയിരുത്തി വരികയാണല്ലോ. ബലഹീനൻ സസ്യാദികളെ തിന്നുന്നു, ബലവാനായവൻ എന്തും തിന്നാമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഈ യഹൂദ മതത്തിൽ നിന്ന് മുൻപോട്ട് വന്ന ആളുകൾ, യഹൂദ പശ്ചാത്തലമുള്ളവർ, അവരുടെ ന്യായപ്രമാണത്തിൽ നിഷിദ്ധമെന്ന് വിധിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോഴും അത് നിഷിദ്ധം, അത് പാടില്ലാത്തതാകുന്നു എന്ന ചിന്തയിൽ അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടത്, they were very choosy in picking their food. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട സൂക്ഷിച്ച്, ഇത് കുഴപ്പമാണോ ഇങ്ങനെ പേടിച്ച് തിന്നുന്നത് ആ ബലഹീനനാണ്. പൗലോസ് പറയുക, അവർ പരിഗണിക്കുന്നത് അവർ ബലവാന്മാരാണ് അവരുടെ വിചാരം. അവർ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്, മീൻസ് അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇതൊക്കെ അവരുടെ ചിന്ത. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ ബലഹീനരാണ്. പൗലോസ് പറയുന്നതനുസരിച്ച് അവർ ബലഹീനരാണ്. അവർ അതിനെ മലിനമെന്ന് എണ്ണുന്നത് കൊണ്ട് അവർക്കത് മലിനമാണ്. എന്നാൽ അത് മലിനമല്ല എങ്കിൽ അതൊരിക്കലും അത് മലിനമല്ല തന്നെ. പ്രിയപ്പെട്ടൊരു വസ്തു അതിൽ തന്നെ മലിനമല്ല, അതിൻ്റെ അവസ്ഥയാണ് അതിനെ മലിനമാക്കുന്നത്. ഇപ്പോൾ കൈക്കൂലി കൊടുത്തു വാങ്ങിച്ച ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ അതെത്ര നല്ലതാണെങ്കിലും അത് മലിനമാണ്. അതൊരു ദൈവത്തിന് അനുഭവിക്കാൻ പാടുള്ളതല്ല. അടുത്തത് സഹോദരന് ഇടർച്ച വരുത്തുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കണേ, നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഏത് കാര്യവും കഴിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ശുദ്ധമാണ്, ഒന്നും അതിൽ തന്നെ മലിനമൊന്നുമല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ആ നിലയിൽ തുടർന്ന് പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ സഹോദരന് അതൊരു വ്യസനത്തിന് കാരണമാകുകയാണെങ്കിൽ എൻ്റെ സഹോദരനെ ഞാൻ വിഷമിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂട്ടായ്മ ബന്ധത്തിന് അത് യോഗ്യമല്ല. സഹോദരനെ ഞാൻ വ്യസനിപ്പിച്ചാൽ ഞാൻ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹബന്ധമാണ്. സ്നേഹബന്ധം അതാണല്ലോ ദൈവസഭയിൽ നടക്കേണ്ടത്. കൂട്ടായ്മയല്ലേ?
ഇവൻ നമ്മൾ ഒരു കൂടി വരുന്നത് ആരാധനയ്ക്കാണെന്ന് പോലും പറയരുത്. കൂടി വരുന്നത് കൂട്ടായ്മയ്ക്കാണ്. ആരാധന എന്ന് പറയുന്നത് കൂടി വരുമ്പോൾ മാത്രമുള്ളതല്ലല്ലോ. മുഴുജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു യാഗമായി സമർപ്പിച്ച ജീവിതമാണല്ലോ ആരാധന. അപ്പോൾ 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ ആരാധകരാണ്, ആരാധനയിലാണ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. തിന്നാലും കുടിച്ചാലും ജീവിച്ചാലും മരിച്ചാലും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന്, ദൈവത്തിനെന്ന വണ്ണം ആരാധനയാകുകയാണ്. ദൈവത്തിനെന്ന വണ്ണം നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതമേ ഒരു യാഗമായി നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ജീവിതം തന്നെ ഒരു യാഗമായി അതാണ് ആരാധന. പിന്നെ കൂടിവരവ് അത് ആരാധന ഭാഗമാണ്. അതായത് കൂടി വരുമ്പോഴും നാം ആരാധകരല്ലേ, അത് ആരാധന ഭാഗമാണ്. കൂടി വരുമ്പോൾ പ്രധാനമായി അവിടെ നടക്കേണ്ടത് കൂട്ടായ്മയാണ്. കൂട്ടായ്മ, ആ കൂട്ടായ്മ ബന്ധമാണ്. അപ്പോൾ കൂട്ടായ്മ ബന്ധത്തിൽ പ്രധാനം സ്നേഹമാണ്. സ്നേഹമാണ് നമ്മളുടെ ബന്ധത്തെ ഹൃദ്യമാക്കുന്നത്. അപ്പോൾ സ്നേഹം ദോഷം കണക്കിടുന്നതല്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നതല്ല. നോക്കണേ, സ്തോത്രം. എല്ലാം പൊറുക്കുകയും എല്ലാം സഹിക്കുകയും എല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഒരു നാൾ മുതിർന്നു പോകുന്നതല്ല സ്നേഹം. ആ ഹൃദ്യമായ ബന്ധമാണ്, സ്വർഗീയമായ ബന്ധമാണ് സ്നേഹം. ആ സ്നേഹബന്ധം ഒരുവരിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹബന്ധത്തിൽ ജീവിക്കുന്നവൻ കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കുന്നവനാണ്. അവൻ ഒരിക്കലും തൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു കൂട്ടു സഹോദരൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. ഭക്ഷണമാണെങ്കിൽ പോലും, വസ്ത്രധാരണമാണെങ്കിൽ പോലും കൂട്ടു സഹോദരനെ വ്യസനിപ്പിക്കുന്നതോ അവനെ ഇടർച്ചയുണ്ടാക്കുന്നതോ അവന് തടങ്ങലുണ്ടാക്കുന്നതോ ആയ ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുകയില്ല. അതാണ് അപ്പോൾ നമ്മൾ അപ്പോഴാണ് തിയോളജിയും എത്തിക്സും മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ തിയോളജി അനുസരിച്ച് നോക്കുമ്പോൾ ഒന്നും മലിനമല്ല, പക്ഷേ എത്തിക്സ് അത് തിയോളജിയുമാണ്, കൂട്ടായ്മയാണ്. കൂട്ടായ്മ ബന്ധത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമുക്ക് ഭയങ്കര നിയന്ത്രണമാണ്. വേദശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒന്നും മലിനമല്ല, അപ്പോൾ ഒരു നിയന്ത്രണമില്ലെന്ന് തോന്നുന്നു. പക്ഷേ കൂട്ട സഹോദരൻ അവനോടുള്ള എൻ്റെ ബന്ധം നോക്കുമ്പോൾ, ആ കൂട്ടായ്മയുടെ ഹൃദ്യത നോക്കുമ്പോൾ, സ്തോത്രം, എനിക്ക് ഒത്തിരി നിയന്ത്രണങ്ങളാണ്. സ്തോത്രം, നോക്കണേ, ആ അവസ്ഥയിൽ കൂട്ട സഹോദരനെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കേണ്ടതെന്നാണ് പൗലോസ്ലീഹ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ആട്ടെ, കൂട്ട സഹോദരനെ നമ്മുടെ ഭക്ഷണം കൊണ്ട് വ്യസനിപ്പിക്കരുത്. സ്തോത്രം. സ്നേഹബന്ധം, ദൈവസഭയിലെ കൂട്ടായ്മയിൽ ആ ഹൃദ്യമായ ഊഷ്മളമായ സ്തോത്രം, ആ ബന്ധം, സ്നേഹബന്ധം നിലനിന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. സ്തോത്രം. അങ്ങനെ ആ സ്നേഹബന്ധവും ആ കൂട്ടായ്മയുടെ മാധുര്യവും നമ്മുടെ കൂടിവരവുകളിലും സഹോദരന്മാർ പരസ്പരവും സ്തോത്രം നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ്, ഒന്നും അതിൽ തന്നെ മലിനമല്ല, ഒന്നും നിഷിദ്ധമല്ല. എങ്കിലും കൂട്ടു സഹോദരനോടുള്ള എൻ്റെ ബന്ധം കർത്താവേ, സ്തോത്രം, ആ ബന്ധം ഞാൻ പരിഗണിച്ച് എൻ്റെ സഹോദരൻ ഇടർച്ചയാകുന്നതോ അവനെ വ്യസനിപ്പിക്കുന്നതായി യാതൊന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിപ്പാൻ, ശ്രദ്ധയുള്ളവനായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ എന്ത് ചെയ്താലും അത് അവിടുത്തേക്കെന്ന പോലെ അങ്ങയുടെ നാമത്തിൽ ചെയ്യണം എന്ന് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം വരുത്തുന്നത് മാത്രം, അങ്ങയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നത് മാത്രം ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആ ഹൃദ്യമായ സ്നേഹബന്ധത്തിന് ഊഷ്മള അനുഭവം ഞങ്ങളിൽ നിലനിൽക്കുവാൻ കൃപ നൽകണമേ. മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ.